ഹായ് മുത്തുമണികളെ, എല്ലാവർക്കും AK വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് എന്ത് വീഡിയോ ആയിട്ടാണെന്നറിയോ വന്നിട്ടുള്ളത്? ഞാൻ എല്ലാവർക്കും, നമ്മുടെ യൂട്യൂബിലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ യൂട്യൂബിൽ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നില്ല. ആർക്കും ലൈവിൻ്റെ നോട്ടിഫിക്കേഷൻ ആയാലും വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ആയാലും ആർക്കും ഇപ്പോൾ വരാറില്ല. അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വീഡിയോസ് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോസ് നമ്മൾ മറ്റുള്ളവർ അതിൽ എൻഗേജ് ആവണം. അതായത് നമ്മളെ വീഡിയോസ് ഫുള്ളായിട്ട് അവർ കാണണം. നമ്മളെ വീഡിയോസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇടയിൽ നമ്മളെ വീഡിയോസ് എത്തുമ്പോൾ അവർക്ക് മാത്രമേ നോട്ടിഫിക്കേഷൻ പോകൂ. അത് ഇപ്പോൾ പുതിയ നിയമം യൂട്യൂബ് കൊണ്ടുവന്നത്. പണ്ട് എന്ന് പറഞ്ഞാൽ യൂട്യൂബിൽ ഒത്തിരിയൊന്നും ചാനൽസ് ഉണ്ടായിരുന്നില്ല. പണ്ടുള്ള ചാനൽസ് എല്ലാവരും ഇൻട്രസ്റ്റോടുകൂടി നമ്മളെല്ലാവരും കണ്ടിട്ടുള്ളതുമാണ്. പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പോൾ ഒരു വീട്ടിലൊരു യൂട്യൂബ് ചാനൽ എന്നുള്ള രീതിയിൽ യൂട്യൂബ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒത്തിരി മത്സരങ്ങൾ യൂട്യൂബിൽ നടക്കുന്നുണ്ട്. അതായത് നല്ല കണ്ടന്റ് ഉള്ള വീഡിയോസ് മാത്രമേ നന്നായിട്ട് റീച്ച് കിട്ടൂ, നന്നായിട്ട് വ്യൂവേഴ്സ് ഉണ്ടാവും എന്നുള്ളത് യൂട്യൂബ് റെക്കമെൻഡ് കൂടി ചെയ്യണമെങ്കിൽ നല്ല കണ്ടന്റ് ആയിരിക്കണം. അതായത് സത്യസന്ധമായ കണ്ടന്റ് ആയിരിക്കണം എന്നർത്ഥം. സത്യസന്ധമായ കണ്ടന്റ് എന്ന് പറയുമ്പോൾ, നമ്മളിപ്പോൾ ഒരു കണ്ടന്റ് ഇടുമ്പോൾ അതിൻ്റെ ആ കണ്ടന്റിനെ ഇതാക്കിയിട്ട് തന്നെയുള്ള തംബ്നെയിൽ ഇടണം. കണ്ടന്റ് ഇന്ന കണ്ടന്റ് ആണെന്ന് ആ തംബ്നെയിലിൽ ഉണ്ടായിരിക്കണം. അല്ലാണ്ട് നമ്മൾ വേറെ പല ചാനലുകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്, ഏതെല്ലോ കണ്ടന്റ് ഇടും, ഏതെല്ലോ തംബ്നെയിലും. ആ തംബ്നെയിൽ കണ്ടിട്ട് നമ്മൾ കയറുമ്പോൾ അതിൽ ഒരു ബന്ധമില്ലാത്ത തംബ്നെയിലായിരിക്കും. അങ്ങനെ ഇടാൻ പാടില്ല. അപ്പോൾ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ പറഞ്ഞാൽ, നമ്മളെ വീഡിയോ ഇപ്പം എല്ലാവർക്കും നല്ല ഫോൺ ഉണ്ടായി വരില്ല. അപ്പോൾ വീഡിയോ ക്ലാരിറ്റി കുറവായിരിക്കും. അപ്പോൾ അത് യൂട്യൂബ് നോക്കുന്നില്ല. യൂട്യൂബ് മെയിനായിട്ട് നോക്കുന്നത് സൗണ്ട് നല്ല ക്ലിയർ ആയിരിക്കണം. പിന്നെ കണ്ടന്റ് സത്യസന്ധമായ കണ്ടന്റ് ആയിരിക്കണം. അത് മറ്റുള്ള ആൾക്കാരെ എൻഗേജ് ആക്കാൻ പറ്റുന്ന കണ്ടന്റ് ആയിരിക്കണം. അവർക്ക് ഉപകാരപ്പെടുന്ന ഒരു കണ്ടന്റ് ആയിരിക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അതും യൂട്യൂബ് പ്രൊമോട്ട് ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം വീഡിയോ അപ്ലോഡ് ചെയ്യാൻ. അല്ലാണ്ട് നമ്മൾ വെറുതെ ഒരു കണ്ടന്റ് ഇട്ടതിനെ കൊണ്ട് നമ്മളെ ചാനലിൽ റീച്ച് കിട്ടാൻ ചാൻസ് ഇല്ല. അതുകൊണ്ടാണ് ഇപ്പം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് നിയന്ത്രിക്കുന്നത് AI ആണ്. മുന്നേ അങ്ങനെ ആയിരുന്നില്ല. അതുകൊണ്ട് എന്ത് നമ്മൾ യൂട്യൂബിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് വേഗം പിടിക്കപ്പെടും. അപ്പം നമ്മളെ ചാനലിനത് എഫക്റ്റ് ചെയ്യും. പിന്നെ പറഞ്ഞാൽ മോണിറ്റൈസ് ആയ ചാനലുകാരോടാണ്. മോണിറ്റൈസ് ആവുന്നത് വരെ നമ്മൾ ഒത്തിരി കഷ്ടപ്പെടും, ഒത്തിരി അതിന് വേണ്ടിയിട്ട് സമയം ഇതാക്കും. പക്ഷെ മോണിറ്റൈസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾക്കാർ സ്ലോ ആവും. അത് ഏത് കാര്യമായാലും അങ്ങനെ തന്നെയാണ്. നമ്മൾ അതുവരെ ഭയങ്കരമായിട്ട് എഫേർട്ട് എടുക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് ഒന്ന് സ്ലോ ആക്കും. അങ്ങനെ ചെയ്യാൻ പാടില്ല. മോണിറ്റൈസ് ആയ ചാനൽ ഫുൾ ടൈം നമ്മൾ ഇതിൽ എൻഗേജായി നല്ല നല്ല വീഡിയോസ് ചെയ്ത് നല്ല കണ്ടൻറ്റുള്ള വീഡിയോസ് ചെയ്തിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ആർക്കെങ്കിലും ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത പ്രാവശ്യം കാണുന്നത്. ബൈ.